പാലക്കാട് വോട്ടിന് പണം നൽകിയതിൽ കേസെടുത്ത പോലീസ് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് എഫ്ഐആർ. കണ്ടാൽ തിരിച്ചറിയാവുന്ന എൻഡിഎ പ്രതിനിധികളെ പ്രതിയാക്കി പാലക്കാട് സൗത്ത് പോലീസാണ് കേസെടുത്തത്. വിശദാംശങ്ങളുമായി സാജിദ് അജ്മൽ കൂടി ചേരുകയാണ് പാലക്കാട് നിന്നും. സാജിദ്, എഫ്ഐആറിൽ എന്താണ് വിശദീകരിക്കുന്നത്? എൻഡിഎ പ്രതിനിധികൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എഫ്ഐആറിൽ. ഒരുപക്ഷെ അവിടുത്തെ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം വരെ റദ്ദാക്കാൻ പറ്റുന്ന പാകത്തിലുള്ള കേസ് കൂടിയാണിത്. വിനീഷ, ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. പകരം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന എൻഡിഎ പ്രതിനിധി എന്ന് മാത്രമാണ്. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുക്കാൻ കൂടി സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളായി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ജനപ്രാതിനിധ്യ നിയമവും അതോടൊപ്പം തന്നെ BNSന്റെ വിവിധ വകുപ്പുകളും ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. പാലക്കാട് സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അടുത്ത ദിവസം തന്നെ ഈ കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുമെന്ന് കൂടി പോലീസ് അറിയിക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു പക്ഷേ അയോഗ്യത വരെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നീട് 6 വർഷത്തിന് ഈ ശോഭാ സുരേന്ദ്രന് മത്സരിക്കാൻ കഴിയില്ല. 6 വർഷം എന്ന് പറയുമ്പോൾ അത് തത്വത്തിൽ 10 വർഷമാണ്. കാരണം 5 വർഷം ഒരു തെരഞ്ഞെടുപ്പ്, പിന്നീട് 1 വർഷം കൂടി, അങ്ങനെ കണക്കാക്കുമ്പോൾ പിന്നീട് 10 വർഷം മത്സരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും. അത് പിന്നീട് കോടതി നടപടികളിലൂടെയാണ് ആ കാര്യങ്ങളെല്ലാം തന്നെ വരേണ്ടത്. ഇപ്പോൾ പ്രാഥമികമായി ആളുകളെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു, വോട്ടിന് വേണ്ടി പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള വകുപ്പുകൾ ചേർത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. BNSലെ 170(1), അതോടൊപ്പം തന്നെ 173, 123(1), 123(2), ഇത് കൂടാതെ ജനപ്രാതിനിധ്യ നിയമം, ഈ 2 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ കുറുക്കിലേക്ക് പോവുകയാണ്. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള എൻഡിഎ സംഘം വലിയ രീതിയിൽ പ്രതിരോധിച്ച് നിൽക്കാനൊക്കെ മീഡിയ വണ്ണെതിരെ കേസ് കൊടുക്കും, സാജിദ് അജ്മലിനെതിരെ പേഴ്സണലായിട്ട് കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് വാദിച്ച് നിൽക്കാൻ ശ്രമിച്ചിരുന്നോ ശോഭാ സുരേന്ദ്രൻ? പോലീസ് കേസോടുകൂടി കൂടുതൽ കുറുക്കിലേക്ക് പോവുകയാണോ? തീർച്ചയായും അവർ ഈ പരാതി നൽകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ കൃത്യമായ ദൃശ്യങ്ങളും മറ്റും പുറത്തു വന്ന് അത് കോടതിയിലേക്ക് ഒരു കേസായി പോയി കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ കൂടുതൽ പ്രതിരോധത്തിലാകും എന്നതിൽ സംശയമില്ല. ഇപ്പോഴത്തെ ആ കേസ്, അതുമായി ബന്ധപ്പെട്ട് UDFഉം LDFഉം പരാതികൾ നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി കോടതിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഈ അവരുടെ രാഷ്ട്രീയ ജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുമെന്നതിൽ സംശയമില്ല. മറ്റ് ഈ കേസിന്റെ നടപടികളുമായി പോകുമോ ഏതായാലും എൻഡിഎ പ്രതിനിധികൾ അടക്കമുള്ളവരെ പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് പാലക്കാട് സൗത്ത് പോലീസ്. ഏതായാലും വലിയ രീതിയിലുള്ള കുരുക്കിലേക്ക് തന്നെയായിരിക്കും ഇനി വരുന്ന മണിക്കൂറുകളിൽ എൻഡിഎ സംഘം പോവുക. പാലക്കാട് വോട്ടിന് പണം എന്ന മീഡിയ വൺ വാർത്തയെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി എന്നുള്ളതും ശ്രദ്ധേയമാണ്.